ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 58 മണ്ഡലങ്ങൾ വിധിയെഴുതും. 7ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസം 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത അവതാരകരെ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സർക്കാർ ടെലിവിഷൻ ചാനലാകാനൊരുങ്ങി DD കിസാൻ. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. സ്വതന്ത്രവും തടസ്സരഹിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി തേടുന്നത്. ബീഹാർ 8, ഹരിയാന 10, ജമ്മുകശ്മീർ 1, ഝാർഖണ്ഡ് 4, ഡൽഹി 7, ഒഡീഷ 6, ഉത്തർപ്രദേശ് 14, പശ്ചിമബംഗാൾ 8 എന്നിങ്ങനെയാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. BJPയുടെ ധർമ്മേന്ദ്ര പ്രധാൻ, മനേക ഗാന്ധി, മനോഹർലാൽ ഖട്ടർ, സംബിത് പത്ര, ബൻസുരി സ്വരാജ്, മനോജ് തിവാരി, കോൺഗ്രസിന്റെ ദീപേന്ദർ സിംഗ് ഹൂഡ, കുമാരി സെൽജ, രാജ് ബബ്ബർ, കനയ്യ കുമാർ, സമാജ്വാദി പാർട്ടി നേതാവ് ധർമ്മേന്ദ്ര യാദവ് തുടങ്ങിയവരാണ് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1 നടക്കും. 57 മണ്ഡലങ്ങളിലാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 4 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ജൂൺ 1 വോട്ടെടുപ്പ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും പ്രചാരണത്തിനെത്തി. ഹിമാചലിലെ നഹൻ, മണ്ഡി എന്നിവിടങ്ങളിൽ നടന്ന വിജയ് സങ്കൽപ് റാലികളിലും പഞ്ചാബിലെ ഗുർദാസ്പൂരിലും ജലന്ധറിലും സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഝാർഖണ്ഡിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഝാർഖണ്ഡിലും പാർട്ടി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പഞ്ചാബിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. BSP നേതാവ് മായാവതിയും പ്രചാരണത്തിനായി ഇന്ന് പഞ്ചാബിലെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മറ്റന്നാൾ ഹിമാചൽ പ്രദേശിലെ നഹനിലും ഉനയിലും പ്രചാരണത്തിനെത്തും. 7 സംസ്ഥാനങ്ങളിലെയും ചണ്ഡീഗഡിലെയും 57 മണ്ഡലങ്ങളിലായി അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. രാജ്യം അടുത്ത ദശകത്തിനുള്ളിൽ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇത് രാജ്യത്തിന് വലിയ നേട്ടമാണെന്നും ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ അതിർത്തി രക്ഷാസേന സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഡോവൽ. ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ശക്തിയായി രാജ്യം മാറുമെന്നും അർദ്ധചാലകം, നിർമ്മിത ബുദ്ധി, നിർമ്മാണം, പ്രതിരോധം, സുരക്ഷ തുടങ്ങി നിരവധി മേഖലകളിൽ വൻ പുരോഗതി നേടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ BSF നൽകുന്ന സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിച്ചു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇവിടങ്ങളിൽ താപനില 44 മുതൽ 48 ഡിഗ്രി സെൽഷ്യസിനിടയിലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനുള്ള ചുവപ്പ്, ഓറഞ്ച് ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിലും അടുത്ത 5 ദിവസത്തേക്ക് ഉഷ്ണതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും ദ്രവരൂപത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാനും നിർദ്ദേശമുണ്ട്. ഈ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ചൂടും വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടും. രാത്രി താപനിലയും ഉയരുമെന്നാണ് പ്രവചനം. എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട്.
ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മെയ് 26-ന് ഇത് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്നും പശ്ചിമ ബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും തീരങ്ങളിൽ പ്രവേശിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വേഗതയിൽ ചുഴലിക്കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലും യോഗം അംഗീകരിച്ചു. 2025-ലെ പത്മ പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ളവരെ കണ്ടെത്തി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് മന്ത്രി സജി ചെറിയാൻ കൺവീനറായ പ്രത്യേക പരിശോധനാ സമിതി രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും വിഷയത്തെ ഗൌരവത്തോടെയാണ് സമീപിക്കുന്നതെന്നും എക്സൈസ് മന്ത്രി MB രാജേഷ്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. കോഴ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരനും കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർ കോഴയാണെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയം സംബന്ധിച്ച് സർക്കാരോ പാർട്ടിയോ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. AI അവതാരകരെ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സർക്കാർ ടെലിവിഷൻ ചാനലാകാൻ ഒരുങ്ങി ദൂരദർശൻ കിസാൻ. AI കൃഷ്, AI ഭൂമി എന്നീ 2 അവതാരകരാണ് DD കിസാൻ ചാനലിന്റെ ഭാഗമാകുന്നത്. ഈ ഞായറാഴ്ച മുതൽ പുതിയ രൂപത്തിലും പുതിയ ശൈലിയിലും ഇന്ത്യയിലെ കർഷകർക്കിടയിൽ DD കിസാൻ എത്തുമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ അവതാരകർക്ക് 50 ഭാഷകളിൽ സംസാരിക്കാനും 24 മണിക്കൂറും 365 ദിവസവും തളരാതെ വാർത്തകൾ വായിക്കാനും കഴിയും. ഇടുക്കി ജില്ലയിലെ സിലന്തി നദിക്ക് കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തെ എതിർത്ത് തമിഴ്നാട്. വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി നൽകരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൌഹൃദം കണക്കിലെടുത്ത് പ്രശ്നം പരിഹരിക്കുന്നതുവരെ അണക്കെട്ട് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരള സർക്കാരിന് കത്തയച്ചു. തമിഴ്നാട്ടിലെ കരൂർ, തിരുപ്പൂർ ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയിലേക്കുള്ള ജലസേചന സ്രോതസ്സാണ് സിലന്തി നദി. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് വിജയിക്കുന്നവർ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു സെമിയിൽ കടന്നു. ചൈനീസ് താരം ഹാൻ യുയെ 21-13, 14-21, 21-12 എന്ന സ്കോറിനാണ് സിന്ധു ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 2-ൽ ഇന്ത്യയുടെ ജ്യോതി വെന്നം പ്രിയാൻഷ് സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. സെമി ഫൈനലിൽ ആതിഥേയരായ കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. നാളെ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അമേരിക്കയുടെ ഒലിവിയ ഡീൻ സോയർ സള്ളിവൻ സഖ്യത്തെ നേരിടും. അതേസമയം വ്യക്തിഗത വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രഥമേഷ് ഫുഗെ സെമിയിൽ കടന്നു. 77ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള ലാ സിനിഫ് അവാർഡ് പൂനെ ഫിലിംസ് ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ വിദ്യാർത്ഥി സംവിധാനം ചെയ്ത ചിത്രത്തിന്. FTII വിദ്യാർത്ഥി ചിദാനന്ദ് നായിക് സംവിധാനം ചെയ്ത സൺഫ്ലവേഴ്സ് വെയർ ദ ഫസ്റ്റ് വൺസ് ടു നോ എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 58 മണ്ഡലങ്ങൾ വിധിയെഴുതും. 7ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസം 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത അവതാരകരെ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സർക്കാർ ടെലിവിഷൻ ചാനലാകാൻ ഒരുങ്ങി DD കിസാൻ. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.